അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ ഓടും. എൽമേ പാലുടക്കാൻ പാത്രം മേടിക്കാം. അല്ലെങ്കിൽ നീ എന്നെ പറയുന്നത് കൊച്ചിനെ പറഞ്ഞാൽ പോരെ? കൊച്ചിൻ്റെ കണ്ണിലെന്താ മത്തങ്ങയാണോ? കാര്യം അവൻ്റെ കൊച്ചിനൊക്കെ തന്നെയാ. എന്നാലും കൊച്ചിന് അവനെ കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടി അവൻ്റെ പ്രേമമൊക്കെ ഒരു തട്ടിപ്പാണെന്ന്. ഇപ്പം എന്നാ വേണ്ടേ? ചുമ്മാ കടലപ്പിണ്ണാക്ക് വിഴുങ്ങിയ പോലെ ഇരിക്കാതെ മാതറൊന്ന് പറ കൊച്ചേ. വീട്ടിൽ കൊണ്ടാകട്ടെ. വേണ്ട, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനിനി ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പിന്നെ ഞാൻ എന്നാ വേണ്ടേ? പൂച്ചയെ കൊണ്ടേ കളയുന്ന പോലെ ചാക്കി കെട്ടി പുഴയെ കൊണ്ട് തള്ളട്ടോ? എന്നെ ഒരു ചെന്നൈ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ, ഏതായാലും നന്നായി. നീ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചെന്നൈ എങ്കിൽ ചെന്നൈ. എന്താണോ ഈ കാണിക്കുന്നത്? ആശാനെ, ഈ കൊച്ചിനെ ആ ചെന്നൈയിലൊന്ന് ഇറക്കിയേക്കണേ. ആ വാ കയറ്. പൈസ ഉണ്ട്? പൈസ അത് ഉണ്ട്. ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. ചേട്ടായി, ആ ചേച്ചി എന്നാ ഇത്? മിണ്ടരുത്, ചതിയ. എടാ, ഒരു ഏനക്കേട് വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ചൂടി രക്ഷപ്പെട്ടില്ലേ? സോറി ചേട്ടായി. ഇങ്ങോട്ട് ടെൻഷൻ കാരണം ഇന്ന് രണ്ടെണ്ണം അടിക്കാതെ ഉറക്കം വരികയില്ല. വേണ്ടാത്ത വണ്ടി മേലേക്ക് എടുത്ത് തലയെ വെച്ച് ഊനം തെറ്റിയിരിക്കുക. ഇതെന്നാടാ തീയാ? ഓ, നിന്നോടെ വീടിന്റെ മുമ്പിൽ ഒരു വെട്ടവും പിടിച്ചു. ആ തള്ള എന്നോടുള്ള ദേഷ്യം കൊണ്ട് വീടിന് തീ വെച്ച. ഞാൻ അങ്ങോട്ടേക്കും കയറിയില്ല. എന്തിനാ പോയി പണി മേടിക്കുന്നത്? തീയിട്ടാണെങ്കിൽ അമ്മച്ചി എന്നെയും കൂടെ കത്തിക്കും. ഇല്ല റോസക്കുട്ടിയെ, ഇതുവരെ ഉറങ്ങിയില്ലേ? വീട്ടിലെന്നാ ഒരു ചുവന്ന വെളിച്ചം. ക്രിസ്മസ് സ്റ്റാർ നേരത്തെ കിട്ടിയായിരുന്നു. സ്റ്റാർ തൂക്കിയല്ലോടാ. അതിനെ വീട്ടിൽ കൊണ്ട് വിട്ടോ? അയ്യോ അമ്മച്ചി, ഞാൻ അത് പെരുന്നാൾ കൂടാൻ വരരുതെന്ന് പറഞ്ഞ് വണ്ടിക്കാശും തന്നു വിട്ടല്ലേടാ ഞാൻ നിന്നെ. ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നീ. മര്യാദയ്ക്ക് അതിനെ അതിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേച്ച് നീ വന്നാ മതി. ഫോൺ അല്ല, അത് അമ്മച്ചി നമ്മുടെ ജെറിയല്ലേ, ജെറി പറി തട്ടിയതാവും. പണി പാളിയ ചേട്ടാ. കൂഴച്ചക്ക പരുവത്തിലാക്കി. തള്ള പറഞ്ഞാ പറഞ്ഞതാ. ആരാ ദേവിസാ? പണിയാകൂടാ. പണിയായി ജോസേട്ടായി. അടി ഉണ്ടാവുമാരെ മിലിറ്ററിയിലെ വലിയ ഓഫീസർമാരാ, നാട്ടിലെ പ്രമാണിമാരും. മാറി നിൽക്കുന്ന ബുദ്ധി. അത് ശരി. അപ്പൊ നീയല്ലേ പറഞ്ഞ പെണ്ണിനെ പൊക്കുന്നതാണ് ഹീറോയിസം? ഈ ജോസേട്ടിന്റെ ഹീറോയിസം കറക്റ്റാ. അതിൻ്റെ ജെറി കയറി വില്ലനാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവനോടൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മൾ ചാടി പുറപ്പെട്ടത് മഹാമണ്ഡലത്തിലായി. പെങ്കുച്ചെന്തി അതിനെ ഞാൻ ചെന്നൈക്ക് കയറ്റി വിട്ടു. ജോസിനെ പെങ്കുച്ചിനെ എത്ര പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയി നാക്കാൻ നോക്ക്. അടിപിടി കേസ് നമുക്ക് എങ്ങനെയെങ്കിലും നേരെയാക്കാം. ഇത് കിഡ്നാപ്പിംഗ്, വുമൺ കിഡ്നാപ്പിംഗ്. ആ, അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എന്റെ ഫ്രണ്ട് സി രമേശൻ സാറില്ലേ, പുള്ളി ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണ്ട, പുള്ളി ഡിവൈഎസ്പിയുടെ കൂടെ മേളിൽ നിൽപ്പുണ്ട് ജോസേട്ടെ അറസ്റ്റ് ചെയ്യാൻ. കൊച്ചേ, ആകെ പ്രശ്നമായി. വീട്ടിലാകെ പോലീസും മറ്റുള്ളവർക്ക് കൊണ്ടിരിക്കുക. ഒന്ന് അറിയിക്കാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? കൊച്ചിനെ കൊച്ചിന്റെ വീട്ടിൽ കൊണ്ടാക്കാതെ എന്നെ എന്റെ അമ്മച്ചി എന്റെ വീട്ടിൽ കയറ്റാന്നാ പറഞ്ഞിരിക്കുന്നത്. റോസാക്കുട്ടി പറഞ്ഞാൽ കട്ടായവാ. എനിക്ക് പറ്റില്ല. അങ്ങനെ പറയല്ലേ പ്ലീസ്, ഒന്ന് ഇറങ്ങാവോ? അമ്മച്ചി എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്നേ. എനിക്കാണെങ്കിൽ അമ്മച്ചില്ല, അത് ഉറക്കവും വരത്തില്ല. കൊച്ചു വന്നിട്ട് കൊച്ചു വാന്നേ. ഞാനൊന്ന് പോയി തരാവോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനെവിടെ പൊളിഞ്ഞിരിക്കുക. തന്നോട് ഞാൻ പറഞ്ഞു തുവാലും പൊക്കി പിടിച്ചോണം എന്റെ വീട്ടിൽ ഒന്ന് പട്ടിഷോ കാണിക്കാൻ. ഇപ്പൊ അങ്ങനെയായോ? അരിയിൽ നിന്ന് അച്ചയും കടിച്ച് മൂപ്പിൽ തന്നെ നിക്കറിന്റെ വള്ളിയും കടിച്ച് പഠിച്ചിട്ടും പട്ടിക്ക് പിന്നെ മുറിവെടുത്ത് പറഞ്ഞ പോലെയല്ലോ. കൊച്ചു ഇറങ്ങുന്നുണ്ടോ? അത് ഞാൻ പിടിച്ചിറങ്ങണം. മര്യാദക്ക് താൻ പുറത്തേക്ക് ഇറങ്ങില്ലേ തന്നെ ഞാനിപ്പോ പിടിച്ച് പുറത്തിറങ്ങും. അതറിയുമോ? പോയില്ലാന്നായും എല്ലാരും കൂടെ മുറിവേർക്കാണ്. എന്തൊരു മലയാളിയാണെങ്കിൽ ഇങ്ങനെ വേണം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോലും ഇത്രയും നല്ല ഓർമ്മ ഉണ്ടായിട്ടില്ല. ചേട്ടാ ഒന്ന് മറിക്കേ. സിജോ, നീ വണ്ടി കൊണ്ട് വീട്ടിലിട്ടേക്ക്. ഇടയ്ക്കിടക്കൊന്ന് പോയി നോക്കണേ, അല്ലെങ്കിൽ അമ്മച്ചി ആ വണ്ടിക്ക് തീയിടും. ഞാനൊന്ന് ചെന്നൈ വരെ പോകാം, ആരോടും പറയണ്ട. നല്ലോണം ഉറങ്ങിക്കോ. നേരം വെളുക്കുമ്പോൾ മനസ്സൊക്കെ ശാന്തമാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ തെളിയും. നമുക്ക് ചെന്നൈ സിറ്റിയിലേക്ക് ഒന്ന് കറങ്ങി നല്ല കലക്കും മസാല ദോശയൊക്കെ അടിച്ചിട്ട് വൈകുന്നേരത്ത് വണ്ടിക്ക് തിരിച്ചു പോരാം. എന്നാ പറയുന്നു? ജോലി എന്നാ പറഞ്ഞേ? ICB ബാംഗ്ലൂർ.
മാനേജറാ നൊങ്കുമ്പൊക്കും. ആ ജെറിയുടെ ഫോണിൽ കുറേ ഹിന്ദുമാരുടെ പേരുള്ളതുകൊണ്ട് കൊച്ചിൻ്റെ ശരിക്കുള്ള പേരൊന്നും അന്ന് പിടികിട്ടിയിട്ടില്ല. എന്താ പേര്? കുറേ എന്തുമാരും. ആ അത് ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു +2, പിന്നെ ഹിന്ദു പമ്പിൾ, ട്രംപിൾ, അങ്ങനെ കുറേ ഹിന്ദുമാരുണ്ട്. കള്ളൻ. അവനോട് നമുക്ക് പിന്നെ പിടങ്ങാവുന്നേ. ഇതാ കൊച്ചിൻ്റെ ശരിക്കുള്ള പേരെന്നാ? ഇന്ദുലേഖ. ആ നല്ല കലക്കം പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൊച്ച് നല്ല മനസ്സലിവുള്ള, നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ കുറച്ച് പേർക്ക് ചെന്നൈ ചെന്ന് നാളെ ജോലിക്ക് പോകാനുള്ളതാ. ശരി മൈസറേട്ടെ. ഓരോരുത്തർക്ക് ഉറക്കോ ഇല്ല. ചേട്ടാ എൻ്റെ കൂടെ വന്ന പെങ്കൊച്ചെന്ത് ചെയ്യും? അത് അതിൻ്റെ ജീവനും കൊണ്ട് എപ്പോഴേ രക്ഷപ്പെട്ടു പോയി. ഗുഡ് മോർണിംഗ് ഇന്ദു മാം. ഗുഡ് മോർണിംഗ്. ആൻഡ്രൂ സർ ഒത്തിരി നേരമായി വന്നു? ഇല്ല, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മുടെ പുതിയ ഷോറൂമിൻ്റെ പണി തുടങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭൂമി പൂജ ഈ വെനസ്ഡേ ആണ്. മാഡം കണ്ടിപ്പാ വരണോ? ഞങ്ങൾക്ക് ഈ ലോൺ 2 ആഴ്ച കൊണ്ട് പാസ്സായതും മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സർ ഞങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്ലയന്റ് അല്ലേ. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു ഹെൽപ്പ്. താങ്ക് യു സർ പ്ലീസ്. ഇല്ല, ഞാൻ മാഡത്തിൻ്റെ സമയം മെനക്കെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ വാട്സപ്പിൽ ഒന്നുകൂടെ അയച്ചേക്കാം. നേരത്തെ എത്തിയേക്കണം. താങ്ക് യു. வணக்கம் மேடம். நம்ம புது அப்பார்ட்மெண்ட் ப்ராஜெக்ட்டு வேல்யூ 50 கோடி, பழைய மேனேஜர் 40 கோடி உடனே தரேன்னு சொல்லிட்டாரு. இப்போ நீங்கள் என்ன பண்ணுறீங்க, லட்சுமி பில்டர்ஸ் அக்கௌண்ட்டுக்கு அந்த மாவை தள்ளி விடுங்க. മിസ്റ്റർ ദില്ലി ബാബു അല്ലേ? XMLA ഡില്ലി ബാബു. ഓക്കെ മിസ്റ്റർ XMLA ദില്ലി ബാബു. ആ ലാൻഡിന് വേറെ കുറേ ഓണേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും സിഗ്നേച്ചേഴ്സ് ഇല്ലാതെ ലോൺ പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പ്രോപ്പർ പേപ്പേഴ്സ് കൊണ്ടുവാ. என்ன பேப்பர் வேணும்? என்ன பேப்பர் வேணும் உனக்கு? தினத்தந்தி, தினமலர், தினகரன். വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? என்ன எடுத்துக்கிட்டு ஆரம்பிட்டு இருக்கா? இப்போ நீ அப்ளிகேஷன் கையெழுத்து போட முடியுமா முடியாதா? ப்ராப்பர் பேப்பர்ஸ் இல்லாம ஒன்றும் பண்ண முடியாது. ஏய், யாரை பேசிட்டு தெரியுதா? யாரா இருந்தா எனக்கு என்ன? இது உங்க வீடு கிடையாது. ப்ளீஸ் பீ குவைட். பாக்குறது தான் டீசென்ட்டா இருப்பே. உள்ளுக்குள்ள ரொம்ப மோசமானவன். முதல்ல நீங்க கொஞ்சம் வெளிய போங்க. சரி வாங்க. ഇതൊക്കെ ഇത് എവിടെ നിന്ന് വരുന്നടാ? ഒരു സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യതയും മര്യാദയും ഒക്കെ വേണ്ട. എന്റെ പൊന്നു ജോസ്, ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാ എന്റെ ബാങ്ക് എവിടെയാന്ന്. ഇവിടെയും കയറി വന്നോ? എന്നാ വർത്തമാനം കൊച്ചി പറയുന്നത്? നമ്മൾ തമ്മിൽ ഇന്നലെ ഒരു ധാരണയായതല്ലേ, രാവിലെ നമുക്കങ്ങ് തിരിച്ചു പോകാമെന്ന്. എന്നിട്ട് എന്നോട് മിണ്ടാതെ മുങ്ങുക. ജോസെ, കാര്യങ്ങളൊക്കെ ജോസിന് അറിയാവുന്നതല്ലേ? വീട്ടുകാരെയും ബന്ധുക്കാരെയും മുഴുവൻ വെറുപ്പിച്ചിറങ്ങി വന്നിട്ട് ഞാൻ ഇനി എന്ത് പറഞ്ഞാ തിരിച്ചു ചെല്ലണ്ട്? കാമുകൻ തേച്ചിട്ട് പോയെന്ന് പറയണോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ അമ്മച്ചിയോട് എന്നാ പറയും? ഇയാളുടെ അമ്മച്ചി ഫോണിൽ വിളിച്ചതാ, ഞാൻ സംസാരിക്കാം. അതൊന്നും അമ്മച്ചി വിശ്വസിക്കുകയില്ല. ഞാൻ പറയിപ്പിച്ചാണെന്ന് പറയും. പോലീസുകാർ കൊച്ചു വീട്ടിൽ തിരിച്ചെത്തിയെന്ന് പറയാതെ അമ്മച്ചി വിശ്വസിക്കുകയില്ല. അതൊന്നും നടക്കില്ല. ജോസ് അടുത്ത വണ്ടി പിടിച്ച് നാട്ടിലേക്ക് പോക്കോ. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട. അതൊന്നും നടക്കുന്ന കേസ് കെട്ടല്ല കൊച്ചേ. ഞാൻ ഇടുക്കി കാല് വെക്കണേ, കൊച്ചെൻ്റെ കൂടെ വേണം. ജോസെ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നൗ യു മേ പ്ലീസ് ലീവ്. ഉത്തരം മുട്ടുമ്പോൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഒരു സ്ഥാപനമല്ല എന്ന് കരുതി ഞാൻ താഴ്മയോടും മര്യാദയോടും സംസാരിച്ചപ്പോൾ അവൾക്കത് പറ്റുകയല്ല. നിന്നോടല്ലോ നിന്നെ താൻ എന്റെ അച്ഛനും ചേട്ടനും ഒന്നല്ലല്ലോ ഇത്ര ഉത്തരവാദിത്തം കാണിക്കാൻ. പാവമല്ലേന്ന് കരുതി ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സഹിച്ചതാ. ഞാൻ വന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? 12,000 കിലോ തൂക്കമുള്ള കാട്ടുപോത്തിന് വെടിവെച്ച് മത്തിയച്ചും അതിന്റെ കിൻഡൽ തൂക്കമുള്ള കുടകെടുത്ത് തോളത്തിട്ട് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ജോസ്. എനിക്ക് ഈ അടക്കാക്കൂരോട് അത്രോളം നിന്നെ പുല്ല് പോലെ എടുത്ത് ഞാൻ തോളത്തിട്ടുണ്ടോ? നീ വേണം നോക്കിക്കോളി. ജോസിനെ പിടിച്ച് കളിക്കല്ലേ, ജോസിനെ തൊട്ട് കളിക്കല്ലേ. ചുമ്മാലടി ഓരോരുത്തന്മാരോട് കരുതുന്ന ചീത്ത കളിക്കുന്നത്. നിന്റെ കയ്യിൽ ശരിയില്ല.